പവർ ടീമിലുള്ളവര് ഡിസിഷൻ മേക്കിംഗിൽ എന്തുമാത്രം വലിയ തോൽവികളാണെന്നുള്ളത് അവർ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ജിൻഡോ, ജാസ്മിൻ ഇവർ രണ്ടുപേരെ ഉള്ളോ ആ വീട്ടില്? പവർ ടീമിന് ജയിലിൽ വിടാൻ ഇവരെ അല്ലാതെ വേറെ ആരെയും കിട്ടുന്നില്ല. എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ഞാൻ ചോദിക്കുകയാണ്. അപ്സര ഉണ്ടായിരുന്നു, ശരണ്യ ഉണ്ടായിരുന്നു, പിന്നെ ഋഷി ഉണ്ടായിരുന്നു. ഇങ്ങനെ 3 പേരുണ്ടായിരുന്നു പവർ ടീമിനെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാനായിട്ട്. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ജിൻഡോയെ ജയിലിൽ വിടില്ലായിരുന്നു. കാരണം അടുത്ത ആഴ്ച പുള്ളി പവർ ടീമാണ്, കളിച്ച് ജയിച്ചിട്ട് തന്നെയാണ് പവർ ടീം ആയത്. പിന്നെ ഡെൻ ടീമിലുള്ള അർജുൻ, ശ്രീതു അവരെ രണ്ടുപേരും എടുത്തില്ല. കാരണം ഡ്യൂട്ടി നല്ല പക്കയായിട്ട് ചെയ്ത രണ്ടുപേരാണ് അവര്. അപ്പൊ പിന്നെ അടുത്ത ഓപ്ഷൻ ആരാണ്? ജാസ്മിനെയാണ് അവര് ജയിലിലിടാൻ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പവർ ടീം. ഗ്യാസ് ഓഫ് ചെയ്തു എന്ന് വലിയ കാരണമായിട്ട് പറയാണ് അഭിഷേക്. പിന്നെ ഊളകളെന്ന് വിളിച്ചത്. ഇത് രണ്ടുമാണ് വലിയ അന്താരാഷ്ട്ര കാരണങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത് ജാസ്മിനെ ജയിലിൽ വിടാനായിട്ട്. ഇത് കാരണമാണ് ജാസ്മിൻ ഇപ്പൊ 4ാമത്തെ തവണയും ജയിലിൽ പോകുന്നത്. ഈ ഒരു സില്ലി റീസൺസ് കാരണം, 2 എണ്ണം കാരണം. ഇത് പ്രതീക്ഷിച്ച സംഭവമാണ്, ഞാൻ പ്രതീക്ഷിച്ച സംഭവമാണ്. പിന്നെ മറ്റുള്ള ഹൗസ്മേറ്റ്സ് നോമിനേറ്റ് ചെയ്തത് അടിമക്കണ്ണായിട്ടുള്ള പവർ ടീമിന്റെ അടിമക്കണ്ണായിട്ടുള്ള ഋഷീനെയാണ്. എല്ലാരും ഇടം വലം കൊടുക്കുന്നുണ്ട് പാവത്തിന്. ആളാം പ്രതി വന്ന് എടുത്തിട്ട് കുടഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു ഋഷിയെ. അർജുൻ പറഞ്ഞ കാരണമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. 10ാം ക്ലാസ് പൊട്ടിയിട്ട് ഫേക്ക് MBA സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി HR ആയ പോലെയാണ് തോന്നിയത്. സത്യമാണ്, എനിക്കും അങ്ങനെയാണ് തോന്നിയത്. പിന്നെ അർജുൻ HR ആയിട്ട് ജോലി ചെയ്താണെന്നൊക്കെ പുള്ളി എടുത്തു പറയുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു പ്രൊഫഷണൽ കൊട്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആകെ മൊത്തം HR-നെ എടുത്ത് അച്ചാറിടുന്ന കാഴ്ചയാണ് ലൈവില് കണ്ടത്. പവർ ടീം ഒഴികെയുള്ള എല്ലാവരും, അതായത് 10 വോട്ടുകൾ കിട്ടി ജയിലിലേക്ക് പോകുന്നത് ഋഷിയാണ്. പവർ ടീമിലെ 4 വോട്ടുകൾ കിട്ടിയാണ് ജാസ്മിൻ പോകുന്നത്. ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ ഈ ആഴ്ച ജയിലിൽ പോകുന്ന 2 പേരാണ് ഋഷി, ജാസ്മിൻ എന്നിവര്. ഇത്രയുമായിരുന്നു പ്രധാന ലൈവ് അപ്ഡേറ്റുകൾ. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.